നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. UDF മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നതിൽ അന്തിമ തീരുമാനം ഇന്ന്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനം വിളിച്ച് പേരുകൾ പ്രഖ്യാപിക്കും. മന്ത്രിമാരുടെ വകുപ്പുകളും ഇന്നറിയാം. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുമെന്ന് ഉറപ്പായി. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് കൈമാറും. സ്പീക്കർ സ്ഥാനത്തേക്ക് 3 പേരാണ് പരിഗണനയിൽ ഉള്ളത്. N. ശക്തൻ, റോജി M. ജോൺ, VT ബൽറാം എന്നിവർ പരിഗണനയിലുണ്ട്. സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പ് ലഭിക്കാനാണ് സാധ്യത. K. മുരളീധരന് ആരോഗ്യ വകുപ്പും AP അനിൽകുമാറിന് ടൂറിസം എക്സൈസ് വകുപ്പുകളും ലഭിച്ചേക്കും. സംസ്ഥാന പോലീസ് സേനയുടെ പ്രവർത്തനത്തിൽ വൻ അഴിച്ചുപണിയുമായി പുതിയ സർക്കാർ. സ്റ്റേഷനുകളുടെ SHO സംവിധാനം ഉടച്ചുവാർത്ത് സ്റ്റേഷൻ ഭരണം SI മാർക്ക് നൽകും. പകരം പഴയ സർക്കിൾ സംവിധാനം കൊണ്ടുവരാനാണ് തീരുമാനം. പ്രതിവർഷം 3000 FIR ഉള്ള സ്റ്റേഷനിൽ മാത്രം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടറായി തുടരും. എന്നാൽ B-C ക്ലാസ് സ്റ്റേഷനുകളിൽ SHO സംവിധാനം മാറി സ്റ്റേഷൻ ഭരണം SI മാർക്ക് നൽകാനാണ് തീരുമാനം. ഇതു സംബന്ധിച്ച പദ്ധതി റിപ്പോർട്ട് സംസ്ഥാന DGP റവാഡ ചന്ദ്രശേഖർ തയ്യാറാക്കി. DGP ഇന്ന് നിയുക്ത ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. പുതിയ പരിഷ്കാരത്തോടെ പ്രധാന സ്റ്റേഷനുകൾ ഒഴികെ 2 സ്റ്റേഷനുകൾ ഒരു ഇൻസ്പെക്ടർ എന്ന നിലയിൽ മാറും. ഇതോടെ 1000-ൽ താഴെ FIR വരുന്ന സ്റ്റേഷനുകളിൽ SI-മാരാകും ഭരണം. ബാക്കി വരുന്ന CI-മാരെ സൈബർ പോക്സോ ഡിവിഷനുകളിൽ നിയമിക്കും. പുതിയ സർക്കാർ അധികാരത്തിലേറിയതിനു പിന്നാലെ ആഭ്യന്തര വകുപ്പിന്റെ പ്രധാന പരിഷ്കരണങ്ങളിൽ ഒന്നാകുമിത്. സ്റ്റേഷൻ SHO-മാരെ ഇൻസ്പെക്ടർമാരായി നിയമിച്ചത് പിണറായി സർക്കാരിന്റെ കാലത്താണ്. 480 സ്റ്റേഷനുകളിലാണ് SHO സംവിധാനം കൊണ്ടുവന്നത്. അതേസമയം ലഹരിവിരുദ്ധ പ്രചാരണത്തിന് പുതിയ പദ്ധതി നടപ്പാക്കാനും DGP-യുടെ റിപ്പോർട്ടിൽ നിർദ്ദേശങ്ങളുണ്ട്. 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്താൻ 20 കർമ്മ പദ്ധതികളാണ് ആലോചിക്കുന്നത്. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച 3 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ഞൂർ സ്വദേശികളായ മുട്ടിൽ വീട്ടിൽ ജിതിൻ രവീന്ദ്രൻ, മങ്കട വീട്ടിൽ രാഹുൽ, കോരങ്ങാട്ട് മൃദുൽ എന്നിവരാണ് അറസ്റ്റിലായത്. ചാവക്കാട് പഞ്ചാരമുക്ക് തച്ചപ്പുള്ളി നിധി ലിമിറ്റഡിൽ പ്രതികളെത്തി 1.25 പവൻ തൂക്കമുള്ള വള പണയം വെച്ച് 1 ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു. 916 ഹോൾമാർക്ക് സീലോട് കൂടിയ സ്വർണമാണെന്ന് പറഞ്ഞാണ് ഇവർ സ്ഥാപനത്തിലെത്തിയത്. സംശയം തോന്നിയ സ്ഥാപനയുടമ മനോജ് തച്ചപ്പുള്ളി സ്വർണം പരിശോധിച്ചപ്പോൾ അപാകത കണ്ടെത്തി. തുടർന്ന് തട്ടിപ്പ് ശ്രമമാണെന്ന് മനസ്സിലാക്കിയ മനോജ് യുവാക്കളെ സ്ഥാപനത്തിനുള്ളിൽ തടഞ്ഞുവെച്ച് അകത്തുനിന്ന് വാതിൽ പൂട്ടി ചാവക്കാട് പോലീസിനെ വിവരമറിയിച്ചു. സംഭവസ്ഥലത്തെത്തിയ പോലീസ് സ്വർണം വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് 3 പേരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കരിയന്നൂർ 19-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1ാമത് വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ്, UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM നിഷാദ്, കോൺഗ്രസ് ഭാരവാഹികളായ അലി അസ്കർ, KV ഹൈദർ, KC പ്രസാദ്, രഘു കരിയന്നൂർ, കൃഷ്ണദാസ് തേറുപറമ്പിൽ, ഷംസുദ്ദീൻ മടപ്പാട്ടുപറമ്പിൽ, MV വിജീഷ് എന്നിവർ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ യൂണിറ്റ് ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപകൻ സുനീഷ് K. തോമസ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ പ്രധാനമായും റീൽസ് മേക്കിംഗ്, വീഡിയോ എഡിറ്റിംഗ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. സ്കൂൾ അധ്യാപിക രമ്യ രവീന്ദ്രൻ, റിസോഴ്സ് പേഴ്സൺ വിബിന എന്നിവർ ക്യാമ്പ് നയിച്ചു. 22 വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ചരമം. ചൂണ്ടൽ പുളിക്കൽ ബാലൻ ഭാര്യ രുക്മിണി നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. സ്മിത, സുധീഷ്, സുജിത്ത് എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.